ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. വോട്ടെടുപ്പ് രാവിലെ 10 മുതൽ. ബിജെപി എംപിമാരുടെ പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പുലികളിയുടെ ആവേശത്തിൽ തൃശൂർ നഗരം. നിരത്തിലിറങ്ങിയത് 9 ദേശങ്ങൾ. നേപ്പാളിൽ സമൂഹമാധ്യമ വിലക്കിനെതിരെയുള്ള യുവജന പ്രക്ഷോഭത്തിൽ 19 മരണം. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. അറിവിന്റെയും വ്യാപാരത്തിന്റെയും മുൻനിര കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. എഞ്ചിനീയറിംഗ് എക്സ്പോർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കയറ്റുമതിയിൽ പുരോഗതി കൈവരിക്കുന്നതിനൊപ്പം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സ്വയം പര്യാപ്തമാകേണ്ടതിന്റെ ആവശ്യകതയും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടെടുപ്പ്. NDA സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനും INDIA സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി B സുദർശനൻ റെഡ്ഡിയുമാണ് മത്സരരംഗത്തുള്ളത്. ഇരുസഭകളിലും നിന്നുള്ള 788 അംഗങ്ങളുടെ ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തീരുമാനിക്കുക. വോട്ടെണ്ണൽ നാളെ വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ BJP എംപിമാരുടെ പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഇന്നലെ ആരംഭിച്ച ശില്പശാലയിൽ പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയിരുന്നു. പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയൂഷ് ഗോയൽ പ്രമേയം അവതരിപ്പിച്ചു. ജനജീവിതം സുഗമമാക്കുക, വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് GST പരിഷ്കാരങ്ങളെന്ന് പ്രമേയം വിലയിരുത്തി. ലോക സാമ്പത്തിക ഫോറം റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് 2%, ഇത് G20 രാജ്യങ്ങളിൽ ഏറ്റവും താഴ്ന്ന നിരക്കാണെന്നും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. യുവജനങ്ങൾക്ക് തൊഴിലും നൈപുണ്യ വികസനം ഉറപ്പാക്കുന്നതിന് സ്വകാര്യ കമ്പനിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. നാഷണൽ കരിയർ സർവീസ് പ്ലാറ്റ്ഫോം തൊഴിലുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കുള്ള ഏകജാലക പരിഹാരമാണെന്നും ശ്രീ മൻസുഖ് മാണ്ഡവ്യ അഭിപ്രായപ്പെട്ടു. नेशनल कैरियर सर्विस पोर्टल पर 46 लाख वैकेंसी दर्शाई गई है और इंटरनेशनल जॉब अपॉर्चुनिटी के लिए भी नेशनल कैरियर सर्विस पोर्टल ने ई-माइग्रेंट पोर्टल के साथ इंटीग्रेशन करा है और उसके द्वारा 28 वैकेंसीज ऑलरेडी नेशनल कैरियर सर्विस पोर्टल पर फ्लैग हो रही है. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തിരിച്ചറിയൽ രേഖയായി ആധാർ പരിഗണിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. നേരത്തെയുള്ള 11 തിരിച്ചറിയൽ രേഖകൾക്ക് പുറമെയാണ് ആധാറിനെ പരിഗണിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. വോട്ടർമാർ ഹാജരാക്കുന്ന ആധാർ കാർഡിന്റെ ആധികാരികത തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിശോധിക്കാമെന്നും കോടതി പറഞ്ഞു. അതേസമയം ആധാർ പൌരത്വ രേഖയായി കണക്കാക്കാൻ കഴിയില്ലെന്ന് പരമോന്നത കോടതി വ്യക്തമാക്കി. മുതിർന്ന പത്രപ്രവർത്തകനും ദി ടെലിഗ്രാഫ് ദിനപത്രത്തിലെ എഡിറ്ററുമായ ശങ്കരൻ ഠാക്കൂർ ഗുരുഗ്രാമിൽ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ദി ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ വിവിധ ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മാധ്യമരംഗത്തെ ഉറച്ച ശബ്ദമായിരുന്നു ശങ്കർ ഠാക്കൂർ എന്ന് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പ്രളയ സാഹചര്യം വിലയിരുത്താനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പഞ്ചാബ് സന്ദർശിക്കും. അതിരൂക്ഷമായ പ്രളയക്കെടുതികളിൽ 48 പേർക്കാണ് സംസ്ഥാനത്ത് ജീവൻ നഷ്ടമായത്. 2000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നായി 4 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. ദുരിതബാധിത മേഖലകളിൽ നിന്ന് സൈന്യവും NDRFും BSFും ചേർന്ന് 22,000 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. വെള്ളപ്പൊക്കം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി 2 കേന്ദ്ര മന്ത്രിതല സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം കനത്ത മഴയ്ക്ക് അല്പം ശമനമായിട്ടുണ്ട്. വടക്കൻ ഗുജറാത്ത്, സൌരാഷ്ട്ര, രാജസ്ഥാൻ, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, കച്ച് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഹിമാചൽ പ്രദേശിൽ മഴയ്ക്ക് നേരിയ ശമനമായതോടെ രക്ഷാപ്രവർത്തനം ഊർജിതം. അതേസമയം മണാലി, ബഞ്ചാർ ഡിവിഷനിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും നാളെയും അവധി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വ്യവസായങ്ങൾ സ്വദേശി ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിന്റെ വളർച്ച, സാമ്പത്തിക സുരക്ഷ എന്നിവയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന 56ാമത് EEPC ഇന്ത്യ ദേശീയ അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. इस प्रकार से हम ये सुनिश्चित करें कि GST में जो इतने बड़े बदलाव किए गए, रेट कट्स किए गए, ये हम पास ऑन करें उपभोक्ताओं को और सुनिश्चित करें कि इसका लाभ उपभोक्ता को मिले, डिमांड बढ़े, उससे हमारा उद्योग और व्यापार भी बढ़ेगा, स्वदेशी वस्तुओं के लिए आकर्षण बढ़ेगा और पूरे देश में सुख समृद्धि बढ़ेगी. രാജ്യത്തിന്റെ ശക്തി വ്യാപാരത്തെയും സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയെയും ആശ്രയിച്ചിരിക്കുന്നതായും ശ്രീ ഗോയൽ അഭിപ്രായപ്പെട്ടു. തുണിത്തരങ്ങളുടെ GST 5% സ്ലാബിന് കീഴിൽ വരുന്നതോടെ കയറ്റുമതിയും ആഭ്യന്തര ഉപഭോഗവും വർദ്ധിക്കുമെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്. സിന്തറ്റിക് തുണിത്തരങ്ങൾ കൂടുതൽ മത്സരാധിഷ്ഠിതമാകുമെന്നും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ടെക്സ്റ്റൈൽ മേഖലയിൽ GST പരിഷ്കാരങ്ങൾ ചെലവ് കുറയ്ക്കുകയും കയറ്റുമതിയെ പിന്തുണയ്ക്കുകയും തൊഴിലവസരങ്ങൾ നിലനിർത്തുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയ നികുതി പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ ഫൈബർ ന്യൂട്രൽ നയത്തിന് ശക്തമായ പ്രേരണ നൽകുമെന്നാണ് വിലയിരുത്തൽ. GST പരിഷ്കരണം കാർഷിക മേഖലയ്ക്ക് വൻതോതിൽ ഗുണകരമാകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കാർഷിക ഉപകരണങ്ങളുടെ നികുതിയിൽ കുറവ് വരുത്തുന്നത് ചെറുകിട ഇടത്തരം കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാഠ്മണ്ഡുവിലെ ബനേശ്വറിൽ സമൂഹ മാധ്യമ വിലക്കിനെതിരെ യുവജന പ്രതിഷേധം. പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പോലീസ് വെടിവയ്പിൽ 19ഓളം പേർ കൊല്ലപ്പെട്ടു. 340-ലധികം പേർക്ക് പരിക്കേറ്റു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, X, യൂട്യൂബ് തുടങ്ങിയവയ്ക്ക് വ്യാഴാഴ്ച മുതലാണ് നിരോധനം ഏർപ്പെടുത്തിയത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഡിജിറ്റൽ ആവിഷ്കാരത്തിനും നിരോധനം ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യുവാക്കൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയത്. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി മന്ത്രിസഭാ സമിതിയുടെയും ദേശീയ സുരക്ഷാ സമിതിയുടെയും അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. പുലികളിയുടെ ആവേശത്തിമിർപ്പിൽ തൃശൂർ നഗരം. ഓണാഘോഷത്തിന് സമാപനം കുറിക്കുന്ന പുലികളിക്കായി 9 ദേശങ്ങളാണ് ഇക്കുറി നിരത്തിലിറങ്ങിയത്. അരമണിക്കിലുക്കിയും ചുവടുവെച്ചും കാഴ്ചക്കാരിൽ ആവേശത്തിരയിളക്കി പുലികൾ നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിച്ചു. പുലികളി മഹോത്സവം കാണാൻ സർക്കാരിന്റെ അതിഥികളായി 11ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടങ്ങിയ വിദേശ സംഘമാണ് എത്തിയത്. ഇതാദ്യമായാണ് ഇത്രയധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം പുലികളി സന്ദർശിക്കാൻ എത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ നടക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം നഗരപരിധിയിലെ സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം അവധി നൽകിയിട്ടുണ്ട്. നഗരസഭാ പരിധിയിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ അവധിയാണ്. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. അബുദാബി ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8-ന് അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. മറ്റന്നാൾ UAE-യുമായിട്ടാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഏഷ്യ കപ്പ് 2025 ഇന്ത്യൻ വനിതാ ഹോക്കി ടീം സൂപ്പർ 4 ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. ഇന്ന് നടന്ന മത്സരത്തിൽ സിംഗപ്പൂരിനെ 12-0 തോൽപ്പിച്ചാണ് ഇന്ത്യ യോഗ്യത നേടിയത്. സെപ്റ്റംബർ 10-ന് നടക്കുന്ന സൂപ്പർ 4 മത്സരത്തിൽ പൂൾ എയിൽ നിന്ന് 2ാം സ്ഥാനക്കാരായ ടീമിനെയാണ് ഇന്ത്യ നേരിടുക. 21,000 രൂപ നിക്ഷേപത്തിന് പ്രതിമാസം 20 ലക്ഷം രൂപ വരെ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു നിക്ഷേപ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നതായി സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന പരസ്യം വ്യാജമെന്ന് PIB ഫാക്ട് ചെക്ക് യൂണിറ്റ്. ഇത് AI നിർമ്മിതമാണെന്നും യൂണിറ്റ് അറിയിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ. 7.28 കോടി IT റിട്ടേണുകളാണ് ഇതിനകം ഫയൽ ചെയ്തിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. വോട്ടെടുപ്പ് രാവിലെ 10 മുതൽ. BJP MPമാരുടെ പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പുലികളിയുടെ ആവേശത്തിൽ തൃശൂർ നഗരം. നിരത്തിലിറങ്ങിയത് 9 ദേശങ്ങൾ. നേപ്പാളിൽ സമൂഹമാധ്യമ വിലക്കിനെതിരെയുള്ള യുവജന പ്രക്ഷോഭത്തിൽ 19 മരണം. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.